വെൽക്കം ടു സി ബെൽ ഇംഗ്ലീഷ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ഭക്ഷണം കഴിക്കുക, അതുപോലെ വെള്ളം കുടിക്കുക, പാനീയങ്ങളൊക്കെ കുടിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺവെർസേഷനും അതിൻ്റെ സിറ്റുവേഷൻസും ഒക്കെയാണ്. വരും നോക്കാം. നമ്മളെ ഒരാൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ക്ഷണിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇംഗ്ലീഷുകാരാണെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിലും നിരസിക്കുകയാണെങ്കിലും വിനയം കലർന്ന ഒരു രീതിയിലാണ് അവരത് ചെയ്യാറുള്ളത്. നിരസിക്കുകയാണെങ്കിൽ കുറച്ച് അധികം വിനയത്തോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. നോക്കൂ, എന്താണ് ഡു യു വാണ്ട് എ ഗ്ലാസ് ഓഫ് ഹോർലിക്സ്? ഡു യു വാണ്ട് എ ഗ്ലാസ് ഓഫ് ഹോർലിക്സ്? നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഹോർലിക്സ് വേണോ? ഒരു ചോദ്യമാണത് അല്ലേ. അപ്പം നമ്മൾ അതിന് ആൻസറായിട്ട് എന്ത് പറയാം? വേണം എന്നാണെങ്കിൽ യെസ് മാത്രം പോരാ, യെസ് പ്ലീസ്, യെസ് പ്ലീസ്. അതിൻ്റെ അർത്ഥം എനിക്ക് വേണമെന്നാണ്. നമ്മുടെ സുഹൃത്തുക്കളോടും നമുക്ക് അറിയാവുന്നവരോടൊക്കെ ഡു യു വാണ്ട് എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വിനയത്തോട് ചോദിക്കണമെങ്കിൽ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. വുഡ് യു ലൈക്ക്? വുഡ് യു ലൈക്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്? വുഡ് യു ലൈക്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്? നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് വേണമോ? അല്ലേ. അപ്പം നമുക്ക് എന്താണ് മറ്റൊരു ഓപ്ഷനാണ് പറയാനുള്ളതെങ്കിൽ നമ്മൾ ആദ്യം താങ്ക്സ് പറയണം, എന്നിട്ടാണ് നമ്മുടെ ഓപ്ഷൻ പറയേണ്ടത് അല്ലേ. താങ്ക്സ്, എ ഗ്ലാസ് ഓഫ് കോഫി പ്ലീസ്. താങ്ക്സ്, ചോദിച്ചതിന് നന്ദി. എ ഗ്ലാസ് ഓഫ് കോഫി പ്ലീസ്, ഒരു ഗ്ലാസ് കാപ്പി മതി. ഇനി ഒരാളോട് നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ അല്ലെ, ഔപചാരികമായി നമ്മൾ ചോദിക്കാറുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും വേണോ അല്ലെ. വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക്? വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക് അല്ലെ. കുടിക്കാൻ വല്ലതും വേണോ? അപ്പോൾ അവർ എന്ത് പറയാം? ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, വേണം അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് പറയാം? നമുക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ എ ഗ്ലാസ് ഓഫ് ബ്ലാക്ക് ടീ പ്ലീസ്. എ ഗ്ലാസ് ഓഫ് ബ്ലാക്ക് ടീ പ്ലീസ്, ഒരു കട്ടൻ ചായ മതി എന്ന് പറയാം അല്ലേ. ക്ഷണം സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോ താങ്ക്സ് എന്ന് പറയാം അല്ലേ. ചായ കുടിക്കാൻ ക്ഷണിക്കുമ്പോൾ വേണ്ട, ഞാനിപ്പോൾ കുടിച്ചതേ ഉള്ളൂ എന്നെങ്ങനെ പറയാം? വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക് എന്ന് ചോദിക്കാം അല്ലേ. എന്താണ്, നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണോ? അപ്പം നമ്മൾ എന്ത് പറയണം? നോ താങ്ക്സ്, ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ടീ. ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ടീ, ഞാനിപ്പോൾ ചായ കുടിച്ചിട്ടേ ഉള്ളൂ. നോ എന്ന് പറഞ്ഞാലും താങ്ക്സ് എന്ന് പറയാൻ മറക്കരുത്. ഇനി വിത്ത് ഓർ വിത്തൗട്ട് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ മധുരമില്ലാത്ത ചായ എന്നാണ്. എന്നാൽ എന്താണ്, ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ പോയാൽ അത് വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ അവർ പാലൊഴിക്കാത്ത ചായക്കാണ് വിത്തൗട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ.